ഇന്ത്യയിൽ ഇപ്പോൾ ജോലിയില്ലല്ലോ, പിന്നെ എന്തിനാണ് നഴ്സിംഗ് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന പല നഴ്സുമാരുമുണ്ട് അല്ലേ? പക്ഷേ ഒരു കാര്യം മറന്നു പോകരുത്, നഴ്സിംഗ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണ്. ഈ ലൈസൻസ് വാലിഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് NOC, ഫോറിൻ വെരിഫിക്കേഷൻ തുടങ്ങിയ പ്രോസസ്സുകൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് റിന്യൂവൽ ചെയ്യണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ആ സമയത്ത് റിന്യൂവൽ പോസിബിൾ ആവണമെന്നില്ല. ഉദാഹരണത്തിന് തമിഴ്നാട് നഴ്സിംഗ് കൗൺസിലിലെ ഒരു രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യണമെങ്കിൽ BLS സർട്ടിഫിക്കറ്റും CNE അവേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ പോസിബിൾ ആവുകയുള്ളൂ. തെലങ്കാന നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ NUID ഇപ്പോൾ നിർബന്ധമാണ്. എന്നാൽ പലരും NUID കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് ആധാർ കാർഡും ഫോൺ നമ്പറും തമ്മിൽ ലിങ്ക്ഡ് അല്ല എന്ന് മനസ്സിലാക്കുന്നത്. ഇനി കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെ കാര്യം എടുത്താൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ബയോമെട്രിക് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുമായി നിങ്ങൾ ഡയറക്റ്റ് കൗൺസിലിൽ വിസിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിന്യൂവൽ പോസിബിൾ ആവുകയുള്ളൂ. ഇങ്ങനെ നോക്കിയാൽ അധികം താമസിക്കാതെ തന്നെ മിക്ക നഴ്സിംഗ് കൗൺസിലിൻ്റെയും രജിസ്ട്രേഷൻ റിന്യൂവൽ അത്ര എളുപ്പമാകില്ല. സോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യൂ. കൂടുതൽ അസിസ്റ്റൻസിനും നിങ്ങളുടെ റിന്യൂവലിനുമായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ. ന്യൂവേര വെരിഫിക്കേഷൻസ്.